അതിനുശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു, വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം ബിഷപ്പുമാരെ അടച്ചാക്ഷേപിക്കുകയാണ്, ക്രിസ്ത്യൻ സമുദായത്തെ തന്നെ അദ്ദേഹം ആക്ഷേപിക്കുകയാണ്. വീഞ്ഞും കേക്കും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ ആക്ഷേപിച്ചതിന് ശേഷം ഇന്ന് അദ്ദേഹം വീഞ്ഞും കേക്കും പിൻവലിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് 2 സമുദായങ്ങളുടെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിൽ 2 സമുദായങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി 2 സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ലംഘനമാണ്. മാത്രമല്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക ക്രിസ്ത്യൻ ബിഷപ്പുമാരോടും സമുദായത്തോടുമുള്ള പക PFI നിരോധിക്കപ്പെട്ടത് പാലാ ബിഷപ്പ് ഹൗസിന് മുമ്പിൽ PFI നടത്തിയ അവരുടെ ഭീകരമായിട്ടുള്ള ആ പ്രകടനം, അതാണ് ഒരു കാരണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏതൊക്കെ അവസരം വന്നാലും ബിഷപ്പുമാരെ അവർ ആക്ഷേപിക്കുക. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത് തെറ്റായിപ്പോയി എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്. ഭരണഘടനാനുസൃതമായിട്ടുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതിനെ എന്തിനാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്? മാത്രമല്ല, ബോംബെയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ്, അതുപോലെ തന്നെ ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമൻ, ഇവർ 2 പേരും മാസങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് മണിപ്പൂർ കലാപം തുടങ്ങിയിട്ട് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ കലാപത്തിന് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ബിഷപ്പുമാരാണ്. ഓസ്വാൾ ഗ്രേഷ്യസ് ബെനഡിക്ട് 16 ശേഷം പോപ്പായിട്ട് പരിഗണിക്കപ്പെട്ടതിൽ ഒരാളാണ്. ഏഷ്യയിൽ നിന്ന് ഒരാൾ, യൂറോപ്പിൽ നിന്ന് ഒരാൾ, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരാൾ, ആഫ്രിക്കയിൽ നിന്ന് ഒരാൾ, അങ്ങനെ 4 പേരെയാണ് പരിഗണിക്കപ്പെട്ടത്. അതിൽ ഒരാളാണ്. മാത്രമല്ല, പോപ്പ് ഫ്രാൻസിസ് 8 പേരടങ്ങുന്ന ഒരു ഉപദേശക സമിതിയെ നിയമിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ. അതിൽ ഒരാളാണ് ഓസ്വാൾ ഗ്രേഷ്യസ്. കാർഡിനൽസ് കമ്മിറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞതിന് അതെല്ലാവരും അംഗീകരിക്കുന്നു. അത് അവിടെ മതപരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം അംഗീകരിക്കും. മാർക്സിസ്റ്റ് പാർട്ടി അതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ചൈനയിൽ ഇപ്പോഴും ക്രിസ്തുവിൻ്റെ പടമെടുത്ത് മാറ്റിയിട്ട് ചൈനീസ് പ്രസിഡന്റ് ലീ പിങ്ങിൻ്റെ പടമാണ് വെപ്പിക്കുന്നത്. ജോൺ പോൾ 2 പോളണ്ടിലെ കൽക്കരി ഖനിയിൽ കാലും കൈയും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് പണിയെടുത്തയാളാണ്. മാത്രമല്ല, കോട്ടയം ജില്ലയിലെ സെൻറ്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ച് പാത്താമുട്ടത്തുള്ളൂ 2019 അവിടെ കരോൾ ഗാനം നടത്തിയവരെ അടിച്ചോടിച്ച് പള്ളിയിൽ കയറ്റിയിട്ട് ഡിസംബർ മാസം 23 കയറ്റിയിട്ട് ജനുവരി 17 അവർ പുറത്തിറങ്ങിയത്. ഞാനന്ന് മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നു. ഞാൻ കേസെടുക്കാൻ പറഞ്ഞതിന് ശേഷമാണ് അവിടെ ആക്ഷൻ ഉണ്ടായത്. അതുപോലെ തന്നെ ഡോൺ ബോസ്കോ സ്കൂൾ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ SFIക്കാർ DYFIക്കാർ ആക്രമിച്ചിട്ടു. അങ്ങനെ അനേകം കാര്യങ്ങൾ കേരളത്തിലെ കാര്യം വിളിച്ചു പറയാൻ സാധിക്കും. ഇനി വേറൊരു കാര്യം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിൽ BJPക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ള 5 MLAമാരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLAമാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. 40-ലേറെ MLAമാരുണ്ട്. കോൺഗ്രസിന് അതിൻ്റെ പകുതി പോലുമില്ല. ഛത്തീസ്ഗഡിൽ നാരായൺപൂരിൽ
ക്രിസ്ത്യാനികളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരണമുണ്ടായി. ഛത്തീസ്ഗഡിൽ BJPക്ക് ക്രിസ്ത്യൻ MLA ഉണ്ടായി, പ്രബോധ് മിൻസ്. അവിടെ BJPയുടെ MLA ആണ്, ഈ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഗുജറാത്തിൽ അവിടെ BJPക്ക് മോഹൻ കൊങ്കണി എന്ന് പറയുന്ന വ്യാര മണ്ഡലത്തിൽ നിന്ന് ക്രിസ്ത്യനായിട്ടുള്ളയാൾ MLA ഉണ്ട്. ഈ പറയുന്ന പാർട്ടികൾക്ക്, കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ കേരളത്തിന് വെളിയിൽ എത്ര ക്രിസ്ത്യൻ MLAമാരുണ്ട്, പ്രതിനിധികളുണ്ട് എന്നവർ തെളിയിക്കണം. ഞാൻ പറഞ്ഞ കണക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാം. ഗോവയിൽ 16 പേരാണ് BJPയുടെ ക്രിസ്ത്യൻ MLAമാർ. ഛത്തീസ്ഗഡിൽ ഒരാൾ ഈ ഇലക്ഷനിൽ കിട്ടിയതാണ്. നാഗാലാൻഡിൽ 12 പേരുണ്ട്. മേഘാലയത്തിൽ 2 പേരുണ്ട്. അതുപോലെ തന്നെ മണിപ്പൂരിൽ 8 പേര്. മണിപ്പൂരിൽ 10 പേര്. അതായത് 8 പേര് കുക്കികളും 2 പേര് നാഗാകളും. കോൺഗ്രസ്സിന് ഒരു ക്രിസ്ത്യൻ MLA ഇല്ല. മണിപ്പൂരിൽ ഒരു ക്രിസ്ത്യൻ MLA ഇല്ല. മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ അവിടെ ഇല്ല. ജാർഖണ്ഡിൽ ഒരാൾ. ഇങ്ങനെ 40-ലേറെ MLAമാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പ്രതിനിധികളുള്ള രാഷ്ട്രീയ പാർട്ടി MLAമാർ ഒരു MP ഉള്ളൂ, ജോൺ ബിർള, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവരുടെ പ്രചരണത്തിൻ്റെ ഫലമാണ് ഇന്ത്യയിൽ മുഴുവൻ നടന്നിട്ട് ക്രിസ്ത്യാനികളുള്ളിടത്ത് മുഴുവൻ നരേന്ദ്രമോദിക്കും BJPക്കും എതിരെ പ്രചരണം നടത്തിയതിൻ്റെ ഫലമാണ് 5 MLAമാരിൽ നിന്ന് 45 MLAമാരിലേക്ക് വളർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലും ആ മാർഗത്തിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച്, BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കുക. ഇനി ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ BJP അത് പരിഹരിക്കുമെന്ന് BJP പറഞ്ഞിട്ടുണ്ട്. കുക്കി MLAമാരെ ഇവിടെ കൊണ്ടുവരും, നാഗ MLAമാരെ ഇവിടെ കൊണ്ടുവരും. കേരളത്തിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറയാൻ ഈ ലഹള കഴിഞ്ഞതിന് ശേഷം. ഇതിനു മുമ്പ് നടന്ന ലഹളയിൽ 97-98 നടന്ന നാഗ കുക്കി ലഹളയിൽ 2000 പേരാണ് മരിച്ചത്. 97-98 ഫെയ്റ്റി കുക്കി 750 പേരാണ് മരിച്ചത്. അന്നൊന്നും തന്നെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തിരുന്നില്ല. കാരണം ക്രിസ്ത്യൻ സമൂഹം അന്നൊന്നും തന്നെ BJPയോട് ഇത്രമാത്രം അടുത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് BJPക്ക് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത്, മാനസിക നില തെറ്റിയ ഒരാളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കണോ എന്ന് അദ്ദേഹം സ്വയം തീരുമാനിക്കണം എന്നാണ് BJP മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. ഇത്രയാണ് പറയാനുള്ളത്.